Hello, this is Yashad Ali. Hope you are all doing great. Okay. സോ എല്ലാവരും ഡീറ്റെയിൽഡ് അനാലിസിസിന് ശേഷം ഐ ഡി ടിയുടെ അനാലിസിസ് കൂടി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ ഡി ടിയുടെ CMA ഇന്റർ ഐ ഡി ടിയുടെ പാസ്റ്റ് എക്സാം അനാലിസിസും ഒരു പ്രഡിക്ഷനുമാണ്. ഫൈനൽ പ്രഡിക്ഷൻ ഡി ടി ആൻഡ് ഐ ഡി ടിയുടെയും ഞാൻ ലാസ്റ്റ് ആയിരിക്കും ചെയ്യുക. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ബിഫോർ എക്സാം ഞാൻ ലാസ്റ്റ് ഒരു പ്രഡിക്ഷനും കൂടി നടത്തും, ഒരു ഫൈനൽ പ്രഡിക്ഷൻ. ഇത് നമുക്കൊരു മൊത്തത്തിലൊരു പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കി നോക്കാം. സോ ഐ ഡി ടിയുടെ അനാലിസിസ് തുടങ്ങുന്നതിന് മുന്നേ ഐ ഡി ടിയുടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? 6, 7, 8 3 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിൽ തന്നെ 6A 6B 7A 7B 8A 8B അങ്ങനെ 3 ക്വസ്റ്റ്യൻസ്, അതായത് 3x2 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഈ 6 ക്വസ്റ്റ്യനിൽ 6th ക്വസ്റ്റ്യൻ ഷുവർ ഷോർട്ട് തിയറി ക്വസ്റ്റ്യൻ ആണ്. അതായത് നോക്കിക്കേ, ഡിസംബർ 23 ചോദിച്ച ചോദ്യം എന്താ? കൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഐ ഡി ടിയുടെ ഫീച്ചേഴ്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് അതേപോലെ പോയിന്റ്സ് ചെയ്താൽ ഒരു പോയിന്റ്സ് മാത്രം എഴുതിയാൽ പോരാ, താഴെ എന്ത് ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യും വേണം. പിന്നെ ചോദിച്ചത് 6B ചോദിച്ചത് ബെനിഫിറ്റ്സ് ഓഫ് GST ആയിരുന്നു. ഓക്കെ, ഇനി ജൂൺ 24 ഡിഫിക്കൽട്ടീസ് പ്രീ GST റെജീമിലെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. GST നെറ്റ്വർക്കിന്റെ ഷോർട്ട് നോട്ടാണ് എന്ത് ചെയ്തത് 6Bയിൽ ചോദിച്ചത്. ഡിസംബർ 24 അഗെയിൻ ഐ ഡി ടിയുടെ ഫീച്ചേഴ്സ് ആണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ഈ സാധനം തന്നെ വീണ്ടും എന്ത് ചെയ്ത് ഡിസംബർ 24 റിപ്പീറ്റ് ചെയ്തു. ഡിസംബർ 23 ചോദിച്ച സെയിം ചോദ്യം ഡിസംബർ 24 റിപ്പീറ്റ് ചെയ്തു. അഗെയിൻ ചോദിച്ചത് GST കൗൺസിലിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസംബർ 24 ചോദിച്ചത്. ഇതൊക്കെ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 7 മൊത്തം 14 മാർക്കാണ്. ഇത് ഒക്കെ നോക്കിക്കേ, ഇതൊക്കെ ചോദിക്കുന്നത് ഏത് ചാപ്റ്ററിനാ? ഫസ്റ്റ് ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു ചാപ്റ്റർ ആണ് ഏത്? ഇൻട്രൊഡക്ഷൻ ടു GST എന്നുള്ള ചാപ്റ്റർ. അത് മൊത്തം അരച്ച് കലക്കി കുടിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. മൊത്തത്തിൽ ബൈഹാർട്ട് എങ്കിൽ ബൈഹാർട്ട്, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലതും മാൻഡേറ്ററി ആയിട്ട് ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ എല്ലാം പഠിക്കുക. അതിൽ എന്തൊക്കെയാന്നുള്ളത് ഞാൻ പെർട്ടിക്കുലർലി പറഞ്ഞുതരാം. ഇനി ജൂൺ 25 എന്താ ചോദിച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ DT ആൻഡ് IDT. ഇത് ഞാൻ പ്രഡിക്ട് ചെയ്തിരുന്നു. DT ആൻഡ് IDT ഡിഫറൻസ് ആയിരിക്കും 6Aയിൽ ചോദിക്കാന്ന് കഴിഞ്ഞ തവണ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചോദിച്ച്. ആൻഡ് GST കൗൺസിലാണ് 6B. അഗൈൻ GST കൗൺസിലിന്റെ കാര്യമാണ് വീണ്ടും 6Bയിൽ ചോദിച്ചത്. ഓക്കെ, ഇനി ഇക്കൊല്ലത്തെ അതായത് ഡിസംബർ 25ന്റെ MQP സെറ്റ് എടുക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് IDTയും ഷോർട്ട് നോട്ട് ഓൺ GST ആണ് ഒരു സെറ്റ് 1 ചോദിച്ചത്. അതായത് ഇവിടെ ചോദിച്ച ഈ ഫസ്റ്റ് ജൂൺ 24 ചോദിച്ച ഡിസംബർ 23 ചോദിച്ച സെയിം സാധനമാണ് എഗെയിൻ എന്ത് ചെയ്തത്? ഡിസംബർ 24 അല്ല, ഓക്കെ അങ്ങനെയല്ല കേട്ടോ. അതായത് GSTയുടെ ഫീച്ചേഴ്സും ഷോർട്ട് നോട്ട് ഓൺ GST നെറ്റ്വർക്ക് ആണ് ചോദിച്ചത്. അതായത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ സാധനം, ഇതും MQPയിൽ ചോദിച്ചു. പിന്നെ MQPയിൽ ചോദിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ DT ആൻഡ് IDT. സെറ്റ് 2 ചോദിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ DT ആൻഡ് IDT ആണ്. ഷോർട്ട് നോട്ട് ഓൺ കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ. ഇതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. കാരണം ഇത് ചാപ്റ്റർ നമ്പർ 1ൽ വരുന്നതല്ല, ഇത് ചാപ്റ്റർ നമ്പർ 2ൽ വരുന്നതാണ്. ഇറ്റ്സ് എ വെറൈറ്റി ക്വസ്റ്റ്യൻ. ഈ MQP സെറ്റ് 2 തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. സാധാരണ വരുന്ന രീതിയിലല്ല സെറ്റ് 2 MQP വന്നത്. അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. കാരണം ഒരു മോഡലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് സാധാരണ ചോദിക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് സെറ്റ് 2 MQP ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്ട്സും സെറ്റ് 2 MQP നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അഗൈൻ ഞാൻ പറയുന്ന എല്ലാ സബ്ജക്റ്റും നിങ്ങൾ MQPയുടെ സെറ്റ് 2 നോക്കിയിട്ട് വേണം പോകാൻ. സെറ്റ് 1 പോലെയല്ല, സെറ്റ് 2ൽ ചെറിയ ഡിഫറൻസ് ഉള്ളവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഞാൻ നോക്കുന്നത് 6Aയും Bയും എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള രണ്ട് സാധനം. ഒന്ന് 6Aയിൽ എനിക്ക് തോന്നുന്നത് പ്രീ GST റെജീമിലെ ലിമിറ്റേഷൻസ്. GST വരുന്നതിന് മുമ്പുള്ള ലിമിറ്റേഷൻസ് ഓർ ഡിഫിക്കൽട്ടീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് ഈ ക്വസ്റ്റ്യൻ ജൂൺ 2024 ചോദിച്ച ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് എനിക്ക് തോന്നുന്നത് 6Bയിൽ അത് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. കാരണം ഇപ്പം ഞാൻ ഉറപ്പിച്ച് മുമ്പ് പറയായിരുന്നു, പക്ഷെ എനിക്ക് ഉറപ്പിക്കാൻ വയ്യ. അതിൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അത് ചിലപ്പോൾ ഇതിന് മാറും ചെയ്യട്ടെ. അപ്പം ഞാൻ ഇപ്പോൾ ഒരു പ്രഡിക്ഷൻ പറയണം. അതായത് എനിക്ക് മിക്കവാറും തോന്നുന്നത് ഒന്നെങ്കിൽ ചാപ്റ്റർ 2 കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ ഷോർട്ട് നോട്ട് വേണമെങ്കിൽ ചോദിക്കാം. അതൊരു ചാൻസ് ആണ് 6Bയിൽ. അതായത് ഷോർട്ട് നോട്ട് ഓൺ കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈയുടെ ഒരു ചെറിയ ഷോർട്ട് നോട്ട്. എന്താണ് സിമ്പിൾ ചോദ്യമാടാ, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചോദിച്ച എക്സാമ്പിൾ കൊടുക്കണേ. അതായത് കോമ്പോസിറ്റ് മിക്സഡ് സപ്ലൈയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് എക്സാമ്പിൾ അടക്കം പ്രൊവൈഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ മാർക്ക് നല്ല കിട്ടും. ഇതാണ് ഒരു ചാൻസ്. അടുത്തത് ഇതിൽ നിന്ന് ചാൻസ് ഉള്ളത് നമ്മളെ ഇതില്ലേ, അതായത് GST വന്നോട് കൂടിയിട്ട് സബ്സ്യൂം ചെയ്യപ്പെട്ട സ്റ്റേറ്റ് ടാക്സസ് ഏതൊക്കെ എന്നുള്ളത് ലിസ്റ്റ് ചെയ്യാനുള്ള ഏതൊക്കെ എന്ന് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അത് ഇപ്രാവശ്യം ചാൻസ് ഉണ്ട്. കാരണം 2022 സിലബസിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല. സോ ഡെഫിനറ്റ്ലി അത് ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. 2016 അതായത് 2016 സിലബസിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റുകൾ നോക്കും അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പ്രീവിയസ് ഏതൊക്കെ MQPയിൽ ആ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാൻസ് ഉള്ള ഒരു ചോദ്യം അതാണ്. ഡിഫറൻസ്, അതായത് സബ്സ്യൂം ചെയ്യപ്പെട്ട സ്റ്റേറ്റ് ടാക്സസ് അല്ലെങ്കിൽ സെൻട്രൽ ടാക്സ് ഏതെങ്കിലും ഒന്ന്. സ്റ്റേറ്റ് ടാക്സിനാണ് ചാൻസ്. സബ്സ്യൂം ചെയ്യപ്പെട്ട സ്റ്റേറ്റ് ടാക്സസ് ഏതൊക്കെ എന്നുള്ള ചോദ്യം 6Bയിൽ അത് ചോദിക്കാം.
പിന്നെ ഒന്നും കൂടി ഞാൻ ചാൻസ് പറയുന്നുണ്ട്, അതായത് 6B അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രഡിക്ഷനിൽ വന്നൊരു സാധനമായിരുന്നു, ബെനിഫിറ്റ്സ് ഓഫ് GST ചോദിക്കാം എന്നുള്ളത്. ഇതും നമുക്ക് പരിധിയിൽ പെടുത്താം. ബെനിഫിറ്റ്സ് ഓഫ് GST, അതായത് ഡിസംബർ 2023 ചോദിച്ച ഈ ചോദ്യം. അത് കൺസ്യൂമറിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, 3 തരമായിട്ട് ചോദിക്കുക. 3 തരമായിട്ട് ചോദിക്കുക. അത് എൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് സ്റ്റഡി ക്യാബിന്റെ യൂട്യൂബ് ചാനലിൽ, ഈ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അതൊക്കെ എക്സ്പ്ലെയിൻഡ് ആണ്, അത് നോക്കിയാൽ മതി. നിങ്ങൾ ലിങ്ക് വേണ്ടവർ എനിക്ക് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ഇടുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, സോ ഇതാണ് എനിക്കൊരു, ഇനി അഗെയിൻ കൗൺസിലിന്റെ ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. GST നെറ്റ്വർക്കിന്റെ ചോദ്യം ലേറ്റസ്റ്റ് 2-3 അറ്റംപ്റ്റ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ബെനിഫിറ്റ്സ് ഓഫ് GST ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ, അതായത് 6Aയും Bയും. ഇത് ഞാൻ ലാസ്റ്റ് ഒരു ഫൈനൽ ഒരു പ്രഡിക്ഷൻ കൂടി നടത്തുന്നതായിരിക്കും അറ്റ് ലാസ്റ്റ് എക്സാമിന്റെ ആ സമയത്ത്. 6Aയും Bയും കറക്റ്റ് അക്യുറേറ്റ്ലി ഏതേക്കാരം വരിക എന്നുള്ളത് ലാസ്റ്റ് പ്രഡിക്ഷൻ നടത്തുക. ഇതാണ് എനിക്ക് ചാൻസ്. അപ്പൊ നിങ്ങൾ മൊത്തം, അതായത് 6Aയും Bയും സ്കോർ ചെയ്തേ പറ്റൂ എന്നുള്ള വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പഠിക്കുക. ബെനിഫിറ്റ്സ് ഓഫ് GST, ഫീച്ചേഴ്സ് ഓഫ് IDT, GST നെറ്റ്വർക്ക്, GST കൗൺസിൽ, അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ DT ആൻഡ് IDT, എല്ലാ സാധനങ്ങളും, എല്ലാ തിയറീസും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് ചാപ്റ്ററിന് എല്ലാ തിയറീസും പഠിക്കുക. ഓക്കെ, സെറ്റല്ലേ? എല്ലാം പഠിക്കാം. എല്ലാം പഠിച്ചാൽ പിന്നെ പേടിക്കാനില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചോദിച്ചാൽ ഇത് ചെയ്താൽ 14 മാർക്കാടാ. 14 മാർക്ക് സ്കോർ ചെയ്താൽ ഇറ്റ്സ് ഗ്രേറ്റ് ആക്ച്വലി. ഒരു ക്വസ്റ്റ്യൻ ലോട്ടാണ്ട് കംപ്ലീറ്റ് ചെയ്ത് കിട്ടല്ലേ. 5 എഴുതിയാൽ പോരെ, ബാക്കി 4 എഴുതിയാൽ മതി. ആ 4 വേണമെങ്കിൽ 4 എനിക്ക് ഏത് ചൂസ് ചെയ്യാം, DT ചൂസ് ചെയ്യാം. ഇത് രണ്ടും ചൂസ് ചെയ്യണമെന്നില്ല. മനസ്സിലായാ? സോ ദിസ് ഈസ് ഒരു ഗോൾഡൻ സാധനമാണ്, ഒരു ട്രംപ് കാർഡാണിത്. തിയറി ഇഷ്ടമുള്ളവർക്കുള്ള ട്രംപ് കാർഡാണ് 6Aയും Bയും. തിയറിയിൽ സെറ്റാക്കി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ അവർ തരും. ഓക്കെ, ഗോയിങ് ടു 7A ആൻഡ് 7B. 7A 7B ഏത് കോംബോ എന്നറിയോ? അതായത് ഒന്നെങ്കിൽ RCM മേക്കാരൻ 7A ചോദിക്കുക, അല്ലെങ്കിൽ 7A ചോദിക്കുന്നത് കോമ്പോഷൻ ആയിരിക്കും. നോക്കിക്കേ, ഡിസംബറിൽ RCM ചോദിച്ച്, ജൂണിൽ കോമ്പോഷൻ ചോദിച്ച്, അടുത്ത ഡിസംബറിൽ വീണ്ടും RCM ചോദിച്ച്, അടുത്ത ജൂണിൽ വീണ്ടും RCM ചോദിച്ചത്. സോ ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്ത് ഞാൻ പറയുന്നു, ഇപ്രാവശ്യത്തെ 7A ക്വസ്റ്റ്യൻ വിൽ ബി കോമ്പോസിഷൻ സ്കീം. അത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പിന്നീട് പ്രെഡിക്റ്റ് ചെയ്യും. ഇപ്പൊ കോമ്പോഷൻ സ്കീമാണെന്ന് കരുതുക. കോമ്പോഷൻ സ്കീം എന്ന ഇക്കാരം ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിന് ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനപ്പം പറയൂല, ഞാൻ പിന്നെ പറയുള്ളൂ. ഇപ്പൊ പറഞ്ഞതിന്റെ ത്രില്ല് പോകും, പിന്നെ പറയുള്ളൂ ഏതൊരു ക്വസ്റ്റ്യൻ ഇക്കാരം വരിക എന്നുള്ളത്. കോമ്പോസിഷൻ ഡെഫിനറ്റ്ലി കോമ്പോസിഷൻ ആണ് ചാൻസ് ഉള്ളത് 7A. ഓക്കെ, അത് ഇനി കോമ്പോസിഷൻ അല്ലെങ്കിൽ പിന്നെ ഏതേക്കാരം ചോദിക്കുക, RCM ആയിരിക്കും. അപ്പൊ രണ്ടും പഠിച്ചോ, RCM കോമ്പോഷനും പഠിച്ചോ. ഓക്കെ, ഇനി 7B എന്നുള്ള ക്വസ്റ്റ്യൻ, 7Bയിൽ വാല്യൂ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ, ഈ കോമ്പോണ് വരാറ്. ഓക്കെ, ഡിസംബറിൽ വാല്യൂ സപ്ലൈ, ജൂണിൽ ടൈം ഓഫ് സപ്ലൈ. ഡിസംബർ 2024 മാത്രം ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ആ സമയത്ത്. അതായത് ഇൻഷുറൻസ് എന്ന് വാല്യൂഷൻ റൂൾസ് എന്ന് ക്വസ്റ്റ്യൻ വരുന്നു പറഞ്ഞ് വന്ന്, വാല്യൂഷൻ റൂൾസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച ഇൻഷുറൻസ് എന്ന് ഡിസംബർ 2024. ഓക്കെ, അത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. വാല്യൂഷൻ റൂൾസ് എന്ന് എഗെയിൻ ചോദ്യം, ഇതും വാല്യൂ സപ്ലൈയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആട്ടോ. എഗെയിൻ ടൈം ഓഫ് സപ്ലൈ ചോദിച്ചു. ആൻഡ് ഇപ്രാവശ്യത്തെ സെറ്റ് 1 വാല്യൂ സപ്ലൈ ചോദിച്ചത്. പക്ഷേ ദർ ഈസ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ സെറ്റ് 2. സെറ്റ് 2 7Bയിൽ ചോദിച്ച എക്സംഷനാ. പടച്ചോനെ, എക്സംഷൻ ഇതുവരെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടേ ഇല്ല. അതായത് ഡിസംബർ 2022 സിലബസ് വന്നിട്ട് എക്സംഷൻ ഇതുവരെ ചോദ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി MQPയുടെ സെറ്റ് 2 ഡിസംബർ 2025 ഇട്ടപ്പോൾ എക്സംഷൻ ഒരു ചോദ്യം ഇട്ടിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ അറ്റംപ്റ്റ് എക്സംഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയും. കാരണം 7Bയിൽ ചോദിച്ചില്ലെങ്കിലും 8Aയിലായി ചോദിക്കാം എക്സംഷൻ. 7Bയിൽ ഇപ്രാവശ്യം ഷുവർ ഷോട്ട് ഞാൻ പറഞ്ഞത് ഏതാണ്? 7B ഇപ്രാവശ്യം ഷുവർ ഷോട്ട് വാല്യൂ ഓഫ് സപ്ലൈ ആയിരിക്കും. ഷുവർ ഷോട്ട് വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ സപ്ലൈന്ന് വാല്യൂ കാണാനുള്ള സബ്സിഡി ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, സബ്സിഡി ഒക്കെ വെച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യനേക്കാൾ ഇപ്രാവശ്യം ചോദിക്കും. ഡെഫിനറ്റ്ലി നോ വേറെ ചാൻസ് ഇല്ല. പക്ഷേ എക്സംഷൻ ഇപ്രാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സംഷൻ 8ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സംഷൻ ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം ചോദിക്കാൻ. ഓക്കെ, അപ്പം 7A RCM കോമ്പോസിഷൻ ആയിരിക്കും, അതിൽ ഒന്നായിരിക്കും. 7B വാല്യൂ സപ്ലൈ അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ആയിരിക്കും. ടൈം ഓഫ് സപ്ലൈ കഴിഞ്ഞ പ്രാവശ്യം ലേറ്റസ്റ്റ് ചോദിച്ചുകൊണ്ട് തന്നെ വാല്യൂ സപ്ലൈ കുറച്ചായി ചോദിച്ചിട്ട്, അതായത് ഡിസംബർ 2023 ആണ് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള വാല്യൂ സപ്ലൈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സാധനമാണ് ഡിസംബർ 2025 ഇനി ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഡിസംബർ 2023 വാല്യൂ സപ്ലൈ ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുക. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസംബർ 2025 ചോദിക്കുക. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മളെ കസ്റ്റംസ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്നത്. ഇതിലും ട്വിസ്റ്റ് ഉണ്ട്. അതായത് 8ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾസ് ആണ്. കാരണം ഒരു തവണ ഇത് ITC എന്ന് ചോദിച്ചത്, ഒരു തവണ അതിന് രജിസ്ട്രേഷൻ ആണ് ചോദിച്ചത്, ഒരു തവണ വീണ്ടും ITC എന്ന് ചോദിച്ചത്, അടുത്ത തവണ റിട്ടേൺസ് ആണ് ചോദിച്ചത്. ഇപ്രാവശ്യത്തെ സെറ്റ് നമ്മളെ MQPയിൽ ITC എന്നും നമ്മളെ ടാക്സ് സെറ്റ് ഓഫ് ഇല്ലേ, ഔട്ട്പുട്ട് ഇൻപുട്ട് സെറ്റ് ഓഫ്, അതാണ് ചോദിച്ചത്. സോ എനിക്ക് തോന്നുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം ITC വിത്ത്
പ്ലസ് സെറ്റ് ഓഫ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഇൻപുട്ട് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ പ്ലസ് അതിൽ സെറ്റ് ഓഫും കൂടി ഇല്ല. എൻ്റെ ക്ലാസ്സിലൊക്കെ അത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ യൂട്യൂബ് വീഡിയോയിലുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അതിൽ എടുത്തിട്ടുണ്ട് ITC പ്ലസ് സെറ്റ് ഓഫിൻ്റെ ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ചാൻസ്. രണ്ടാമത്തെ ഇതിൽ എനിക്ക് ചാൻസ് ആയിട്ട് ഇത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം 8ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എക്സംഷൻ ആവാം, എക്സംഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആവാം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ദർ ഈസ് അനദർ ചാൻസ് ഓൾസോ. ടാക്സ് ഇൻവോയ്സിൽ ഒരു സാധനം ഉണ്ട്, ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട്. അതിൻ്റെ ഒരു തിയറി അത് ഇവിടെ ചോദിക്കാം. ക്രെഡിറ്റ് നോട്ട് എന്തിനാ യൂസ് ചെയ്യുക, ഡെബിറ്റ് നോട്ട് എന്തിനാ യൂസ് ചെയ്യുക എന്നുള്ള ഒരു 7 മാർക്കിന് പറ്റിയ തിയറിയാണ്, അടിപൊളി തിയറിയാണ്. അത് നോക്കിക്കാണ്ടി അത് ഇവിടെ ചോദിക്കാം. പക്ഷേ ഇതിൽ ഞാൻ പ്രയോറിറ്റി പറയുന്നത് ITC ആണ്, സെക്കൻഡ് പ്രയോറിറ്റി എക്സംഷൻ ആണ്, തേർഡ് പ്ലേസ് ഓഫ് സപ്ലൈ. കാരണം എക്സംഷനും പ്ലേസ് ഓഫ് സപ്ലൈ ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. പക്ഷേ MQPയിൽ എക്സംഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം കണ്ടുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചിരിക്കണം. അപ്പോൾ എക്സംഷനും പ്ലേസ് ഓഫ് സപ്ലൈ അധികം കുട്ടികൾ സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്ററാണ്. ഇപ്രാവശ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ യു മേ ഹാവ് ലോസ് ദിസ്. 8ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇനി 8ാമത്തെ B ക്വസ്റ്റ്യൻ GST കഴിഞ്ഞ് കസ്റ്റംസിലെ പ്യുവർലി കസ്റ്റംസ് ക്വസ്റ്റ്യൻ ആണ് 8ാമത്തെ B ക്വസ്റ്റ്യൻ. ഇതിൽ നോക്കണേ, ഇതിൽ പല രീതിയിലുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കസ്റ്റംസിൽ എപ്പോഴും പറയും വാല്യുവേഷൻ ആണ് അധികവും ചോദിക്കല്. വാല്യുവേഷനിൽ 4 ടൈപ്പ് ചോദ്യമാണുള്ളത്. 4 ടൈപ്പ് ചോദ്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഏതൊക്കെയാണ്. ഓക്കെ, അപ്പം 8ാമത്തെ B ക്വസ്റ്റ്യൻ ഒരു തവണ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയുടെ തിയറി ചോദിച്ചത്. ഇത് സർപ്രൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം വെച്ചാൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയുടെ തിയറി പക്കാ തിയറി ക്വസ്റ്റ്യൻ 8ാമത്തെ B ക്വസ്റ്റ്യൻ. അപ്പോൾ പക്കാ തിയറി പേപ്പറായി മാറി. കാരണം 6ാമത്തത് തിയറി, 8ാമത്തെ Bയും തിയറി പേപ്പറായിട്ട് മാറി IDT. സോ തിയറി പക്കാ തിയറി ക്വസ്റ്റ്യൻ ആണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയുടെ ചോദിച്ചത്. അതിൻ്റെ ഡ്യൂറേഷൻ, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി കണ്ടീഷൻസ് എന്തൊക്കെയാണ്, കോണ്ടം, അതിൻ്റെ ഡ്യൂറേഷൻ, ഇതൊക്കെയാണ് ചോദിച്ചത് 8ാമത്തെ B ക്വസ്റ്റ്യൻ. ജൂൺ 2024 നോർമൽ നമ്മൾ അസസബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, വാല്യൂഷൻ, നോർമൽ കമ്പ്യൂട്ടേഷൻ, അതായത് ഡ്യൂട്ടി കാണാനുള്ള നോർമൽ ക്വസ്റ്റിനെ ചോദിച്ചത്. ഡിസംബർ 24 നോർമൽ ആ ക്വസ്റ്റിനെ ചോദിച്ചത്. ജൂൺ 20 നോർമൽ ക്വസ്റ്റിനെ ചോദിച്ചത്. നോർമൽ SSL വാല്യൂൻ്റെ കമ്പ്യൂട്ടേഷൻ, അതായത് നമ്മുടെ FOB കാണുക, ദെൻ ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക, കസ്റ്റംസ് FOB ആക്കുക, ദെൻ ഫ്രൈറ്റും ഇൻഷുറൻസും ആഡ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ നോർമലി കഴിഞ്ഞ 3 അറ്റംപ്റ്റ് ആയിട്ടും ഈ സിമിലർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അഗെയിൻ ഡിസംബർ 2025 ആ സിമിലർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ചാൻസ് ഇല്ല ഞാൻ പറയുന്നില്ല, പ്രയോറിറ്റി അത് തന്നെയാണ്. പക്ഷേ ദർ ഇസ് എ ചാൻസ്, കുറച്ച് കുറവൻ ചാൻസ് ഉണ്ട്. കാരണം MQPയിൽ ഇപ്രാവശ്യം ചോദിച്ചത് റിവേഴ്സ് വർക്കിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് CIF തന്നിട്ട് CIF നമ്മളെ അസസബിൾ വാല്യൂ കണ്ട് തിരിച്ച് വീണ്ടും CIF കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലും എൻ്റെ യൂട്യൂബ് വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ റിവേഴ്സ് വർക്കിംഗ് ക്വസ്റ്റ്യൻ. അതാണ് ഇപ്രാവശ്യം എനിക്ക് കുറച്ച് ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, സെറ്റ് 2 നോർമൽ അസസബിൾ വാല്യൂ കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, സോ ഇതിൽ 4 ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു വാല്യൂഷൻ, അതായത് കസ്റ്റംസ് എന്ന്. 8ാമത്തെ B ക്വസ്റ്റ്യൻ. ഓക്കെ, 8ാമത്തെ B ക്വസ്റ്റ്യൻ 4 ടൈപ്പ്. ഒന്ന് നോർമൽ അസസബിൾ വാല്യൂ കമ്പ്യൂട്ടേഷൻ, അതായത് കഴിഞ്ഞ 3 അറ്റംപ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം. കഴിഞ്ഞ 3 അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്താൽ മതി. ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ക്ലാസ് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾ ചെയ്യാത്തൊരു 3 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. രണ്ടാമത്തെ ചാൻസ് റിവേഴ്സ് വർക്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് CIF തന്നിട്ട് റിവേഴ്സ് വർക്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ. CIF തന്നിട്ട് തിരിച്ച് അസസബിൾ വാല്യൂ കണ്ട് വീണ്ടും CIF കാണുന്ന ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചാൻസ് ഡിഡക്റ്റീവ് മെത്തേഡ്, റൂൾ 7. ഡിഡക്റ്റീവ് മെത്തേഡ് റൂൾ 7. ഇത് അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്, ഇത് ലീസ്റ്റ് പ്രയോറിറ്റി ആണ്. ഇത് തീരെ പ്രയോറിറ്റി കൊടുക്കേണ്ട ലീസ്റ്റ് പ്രയോറിറ്റി ആണ്. ഒരു 7 മാർക്കിനുള്ള കണ്ടന്റ് അതിലുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കാന്ന് പറഞ്ഞത്. 8ാമത്തെ ഇനി ലാസ്റ്റ് ഒരു ചാൻസ് തിയറി ഫ്രം ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്. ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് ഒരു തിയറി ചോദിക്കാം. അതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ചോദിച്ചത്. ഇപ്രാവശ്യം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്ന തിയറി സേഫ് ഗാർഡ് ഡ്യൂട്ടി ആയിരിക്കും. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉറപ്പാണ്, സേഫ് ഗാർഡ് ഡ്യൂട്ടി ആയിരിക്കും തിയറി ചോദിക്കുകയാണെങ്കിൽ. ഒരു മോഡലും കൂടി ഉണ്ട്, ഒരു സാധനം കൂടി പറയാനുണ്ട്, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയുടെ കാൽക്കുലേഷൻ. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി കാൽക്കുലേഷൻ. ഓക്കെ, ഇതിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കൽ ഇപ്രാവശ്യം ഈ അറ്റംപ്റ്റിന് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി 1 റിവേഴ്സ് വർക്കിംഗ് കാൽക്കുലേഷൻ ആണ്, 2 നോർമൽ അസസബിൾ വാല്യൂ കാൽക്കുലേഷൻ ആണ്, 3 ആൻറ്റി ഡംപിങ് കാൽക്കുലേഷൻ ആണ്, 4 തിയറിയാണ്. ലീസ്റ്റ് പ്രയോറിറ്റിയാണ് ഞാൻ ഡിഡക്റ്റീവ് മെത്തേഡിന് കൊടുക്കുള്ളൂ. ലാസ്റ്റ് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ഇത് ഉറപ്പ് പറയാൻ വയ്യ, ഇത് കറക്റ്റായിട്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇത് കസ്റ്റംസിലെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സിമ്പിൾ ആടാ, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റംസ് നിങ്ങൾ വിടരുത്. അപ്പോൾ ഈ എല്ലാ സാധനവും എന്ത് ചെയ്യുക, ഈ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും 4 അല്ല 5 തിയറി അടക്കം 5
പ്രോബ്ലം പറയുകയാണെങ്കിൽ 4, തിയറി എടുക്കുക 5. അങ്ങനെ എല്ലാതും പഠിച്ചു വെക്കുക. അതിൽ സേഫ് കാർഡ് തൊട്ടി തിയറി എന്തായാലും നോക്കി വെക്കുക. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അതിൽ ചോദിക്കൽ എന്തൊക്കെ കാര്യം, അതിൻ്റെ കണ്ടീഷൻസ്, അതിൻ്റെ എക്സംഷൻസ്, അതിൻ്റെ ഡ്യൂറേഷൻ, ഇതൊക്കെ കാര്യം ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ് IDTയുടെ അനാലിസിസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ DT IDT കോംബോ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിയലി ഈസി ടു സ്കോർ 60+. കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ച് കറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് സ്കോർ ചെയ്യാൻ പണി ഉണ്ടാവില്ല. പിന്നെ ടാക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ട്സ് കൊടുത്തില്ല വെച്ചാൽ ഒരിക്കലും മാർക്ക് തരില്ല. നിങ്ങൾ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ ഫൈനൽ ആൻസർ കറക്റ്റായിട്ട് കാര്യമില്ല, നോട്ട്സ് കൊടുക്കണം. എക്സാമ്പിൾ വാല്യൂ ഓഫ് സപ്ലൈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നോട്ട് കൊടുത്തില്ല വെച്ചാൽ സെക്ഷൻ 15 ഒക്കെ വെച്ച് നോട്ട് കൊടുത്തില്ല വെച്ചാൽ മാർക്ക് കിട്ടില്ല. അതേപോലെ വാല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നോട്ട് കൊടുത്തില്ല വെച്ചാൽ മാർക്ക് കിട്ടില്ല. ITCയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോട്ട് കൊടുത്ത് വെച്ചാൽ മാർക്ക് കിട്ടില്ല. എല്ലാത്തിനും നോട്ട്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. താഴെ പ്രൊവിഷൻ കൊടുക്കുക, സെക്ഷൻ അടക്കം കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായി നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അതേപോലെ ആക്ട് കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ആസ് പെർ ദി സെക്ഷൻ 15 ഓഫ് CGST ആക്ട് അവിടെ നിർത്താതെ ഇയറും കൂടി കൊടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ പല ആൾക്കാരെ ആക്ട് മാത്രം വെക്കും, CGST ആക്ട് 2017 കൊടുക്കുക. ഈ പ്ലേസ് ഓഫ് സപ്ലൈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ IGST ആക്ട് ആണെന്ന് മറക്കരുത്. CGST ആക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഫുള്ള് തെറ്റും. പ്ലേസ് ഓഫ് സപ്ലൈ പറയുന്നത് IGST ആക്ടിലാണ്. ഓക്കെ, അപ്പം അങ്ങനെ കുറേ അങ്ങനെ അശ്രദ്ധകൾ കൊണ്ടാണ് IDTയിലും DTയിലൊക്കെ മാർക്ക് കുറയുന്നത്. അല്ലാതെ ഒന്നുമല്ല, പഠിച്ചിട്ടുണ്ടാവും, ആൻസർ എഴുതുമ്പോൾ അശ്രദ്ധ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഞാൻ ഇമ്പോർട്ടൻസ് ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പേ ഇത് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ 1 ഞാൻ പറയും ഇൻട്രൊഡക്ഷൻ. 2 വാല്യൂ ഓഫ് സപ്ലൈ. 3 ടൈം ഓഫ് സപ്ലൈ ഞാൻ പറയുന്നില്ല, ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, കോമ്പോസിഷൻ. 4 ITC. 5 എക്സംഷൻ. 6 പ്ലേസ് ഓഫ് സപ്ലൈ. 7 കസ്റ്റംസിലെ വാല്യൂഷൻ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, A കാറ്റഗറി എന്ന് പറയാം. B കാറ്റഗറി ആയിട്ട് ഞാൻ വെക്കും 1 RCM, 2 ടൈം ഓഫ് സപ്ലൈ, 3 രജിസ്ട്രേഷൻ, 4 ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, ആൻഡ് ഒന്നും കൂടി ഉണ്ട്, 5 കൺസെപ്റ്റ് ഓഫ് സപ്ലൈ അണ്ടർ GST, രണ്ടാമത്തെ ചാപ്റ്റർ. C കാറ്റഗറി ആയിട്ട് ഞാൻ വെക്കും അതർ ചാപ്റ്റേഴ്സ്, അതായത് നമ്മളെ റിട്ടേൺസ്, അതേപോലെ TDS TCS ചോദിക്കുകയാണെങ്കിൽ MCQ ചോദിക്കാം. E-way ബില്ല് MCQ സാധനമാണ് E-way ബില്ലൊക്കെ. ബാക്കി ചാപ്റ്റേഴ്സ്. പിന്നെ കസ്റ്റംസിൽ ഒരു ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു കസ്റ്റംസ്. അങ്ങനത്തെ ബാക്കി എല്ലാവരും ചില ചാപ്റ്റേഴ്സ് ഇല്ലാതെ C കാറ്റഗറി. ഇതാണ് ഞാൻ കാണുന്ന ഒരു IDTയുടെ പേപ്പർ കമ്മിങ്. ഇനി ഫൈനൽ പ്രഡിക്ഷൻ, DT IDT ഫൈനൽ പ്രഡിക്ഷൻ ഉണ്ടാവും, will be on December 1st week and wait for that. ഓക്കെ, അഥവാ അത് ശരിയായിട്ടില്ലെങ്കിൽ, ആ പ്രഡിക്ഷൻ തെറ്റായി കഴിഞ്ഞാൽ കറക്റ്റ് എന്ത് ചെയ്യുക, കറക്റ്റ് എക്സാം കഴിഞ്ഞ് 5:01 PM ആവുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുക. ഇത് കോൾ ബട്ടൺ ആണ്, വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച്ഡ് ഓഫ് ആണ് എന്ന് കേൾക്കാം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ ഫോൺ ഓൺ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചീത്ത അറിയില്ല എന്നെ. എടാ, കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം പ്രഡിക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അറിയില്ല, സെറ്റപ്പ് ഓഫ് അനാലിസിസ്. അതായത് ഞാൻ കവടി നിർത്തി നോക്കിയിട്ട് ഇതാക്കുന്നതല്ലല്ലോ. നോക്കാം നമുക്ക്. ഓക്കെ, സോ മാക്സിമം ഞാൻ പറഞ്ഞ രീതിയിൽ ഓർഡറിൽ പഠിക്കുക. ആൻഡ് IDT 3 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ DTയിൽ 2 അറ്റൻഡ് ചെയ്താൽ മതി. ആ DTയിൽ 2 കഴിഞ്ഞ അനാലിസിസ് ഞാൻ പറഞ്ഞു, സാലറിയും റെസിഡൻഷ്യലും ഒരു ഹെഡിലാണ് വരിക. 1 കിട്ടി. ഇത് സിമ്പിളി ക്വസ്റ്റ്യൻ ആയി കാരണം വലിയ പാടുണ്ടാവില്ല. പിന്നെ HPയുടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, HPയും PGDP ആണ് വരുന്നത്. ഇതും കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3, 2, 5 ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേപ്പർ അറ്റൻഡ് ചെയ്യാം. അതിൽ ക്യാപിറ്റൽ ഗെയിനും IFOസും മിസ്സാക്കും ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ റിസ്ക് അല്ലേ കുറച്ച്. ക്യാപിറ്റൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ക്വസ്റ്റ്യനാണ്. ഓക്കെ, കിഡ്നി ഉപയോഗിക്കുക. ഓക്കെ, സോ സീ യു വിത്ത് അനദർ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ നമ്പർ ഞാൻ വീണ്ടും താഴെ വീണ്ടും കൊടുക്കുന്നു, 8943081450. You can contact me if you have any doubts or anything. Okay, so see you. Bye.